4000 റേഷൻ കടകൾ പൂട്ടാനുള്ള ശുപാർശയ്ക്കെതിരെ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നു. ലാഭത്തിലാക്കാൻ അടച്ചുപൂട്ടുകയല്ല വേണ്ടതെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി പറഞ്ഞു. റേഷൻ സാധനങ്ങളുടെ വില കൂട്ടുന്നതിൽ തെറ്റില്ലെന്നും വ്യാപാരികൾ പറയുന്നു. ഇത് സർവീസ് മേഖലയാണ്. റേഷൻ മേഖല കേരളത്തിലെ പട്ടിണി പാവങ്ങൾ ഇന്നും ആശ്രയിക്കുന്ന ഏക മേഖലയാണ് റേഷൻ കടകൾ. അല്ല, ഈ റിപ്പോർട്ടിൽ പഠിക്കണം, ഈ റിപ്പോർട്ടിൽ ഞങ്ങളെ കൂടി സംസാരിക്കണം. ഈ റിപ്പോർട്ട് പരിഗണിക്കേണ്ടതാണ്. പേടിപ്പിക്കൽ പരിപാടി വേണ്ട. 4000 കടങ്ങ് പൂട്ടിയാൽ ഞങ്ങൾ സമ്മർദ്ദതന്ത്രത്തിലാക്കുന്ന പരിപാടിയില്ല, അതൊന്നും വേണ്ട. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ആയിരുന്നു. രാഹുൽ, 14,000 റേഷൻ കടകളുണ്ട്, അതിൽ 1000 പൂട്ടാം എന്ന് സർക്കാർ ആലോചിക്കുന്നു. ഈ സമിതിക്ക് എന്താ തോന്നിയത്? ഈ 1000 കട ആവശ്യമില്ലെന്നാണോ, അതോ സാധനം വാങ്ങാൻ റേഷൻ മറ്റേ കാർഡുടമകളില്ലേ? എസ്കെൻ, സംസ്ഥാനത്തെ റേഷൻ മേഖലയിലെ പ്രതിസന്ധി പഠിക്കാനാണ് സർക്കാർ 3 അംഗ കമ്മീഷനെ നിയോഗിച്ചത്. ഇവർ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. എസ്കെൻ സൂചിപ്പിച്ച പോലെ തന്നെ 14,000 റേഷൻ കടകളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. അതിൽ വരുമാനം കുറഞ്ഞ 4,000 റേഷൻ കടകൾ അടച്ചുപൂട്ടണമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ശുപാർശ എന്ന് പറയുന്നത്. ഇതിൽ ആശങ്ക പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് റേഷൻ കട വ്യാപാരികൾ. അവർ പറയുന്നതനുസരിച്ച് ഈ ആദിവാസി മേഖലയിലൊക്കെയാണ് വരുമാനം കുറഞ്ഞ റേഷൻ കടകൾ ഉള്ളത്. പട്ടിണിപ്പാവങ്ങൾ ആശ്രയിക്കുന്ന ഇത്തരത്തിലുള്ള റേഷൻ കടകൾ പൂട്ടുകയാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. നഷ്ടം സഹിച്ചുൾപ്പെടെ KSRTC ഉൾപ്പെടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ റേഷൻ മേഖലയിലെ നഷ്ടം മാത്രം എന്തിന് സർക്കാർ ബാധ്യതയാക്കി കണക്കാക്കുന്നു എന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ റേഷൻ കടകൾ അടച്ചുപൂട്ടി ഈ വ്യാപാരികളെ സമ്മർദ്ദത്തിലാക്കാമെന്നാണ് സർക്കാരിൻ്റെ ധാരണയെങ്കിൽ അത് നടപ്പാകില്ല. അതുമാത്രമല്ല, ഇവരെ ഈ റേഷൻ കട വ്യാപാരികളെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിക്കണമെന്ന ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. താങ്ക് യു രാഹുൽ സുരേഷ്.